നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടൊന്നടങ്കമുള്ള ജനങ്ങൾ ആറ് മുന്നിലൂടെ കൂടി പോയാലും അത് ഗോവിന്ദച്ചാമി ആണോ എന്നുള്ള സൂക്ഷ്മ നിരീക്ഷണം നടത്തി വരികയാണ്. ഇപ്പോഴിതാ ഗോവിന്ദച്ചാമിയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചില നാട്ടുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടിരുന്നു. മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയനുസരിച്ച് കണ്ണൂരിലെ എല്ലാ ജനങ്ങൾക്കും അവരുടെ വാട്സാപ്പിലേക്ക് പോലീസ് ഇയാളുടെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരാളെ കണ്ടു. തലയിൽ ഒരു തുണി തലപ്പാവൊക്കെയുണ്ട്. ബ്ലാക്ക് പാന്റ് ആണ് ധരിച്ചിരിക്കുന്നത്. കള്ളി ഷർട്ട്, അതായത് വരയുള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. സംശയം തോന്നിയത് കൊണ്ട് തന്നെ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അടുത്തേക്ക് ഇവർ വന്നപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. കണ്ണൂർ DCC ഓഫീസിന് തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് ഇയാൾ മതില് ചാടിക്കടന്ന്, മുള്ളുവേലി അടക്കമുള്ളവയുണ്ട്. ഈ മുള്ളുവേലിയൊക്കെ തന്നെ ചാടിക്കടന്നുകൊണ്ടാണ് ഇയാൾ മതില് ചാടി പുറത്തേക്ക് പോയത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. ജനങ്ങളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ കൂടി നിന്ന നാട്ടുകാരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നാട്ടുകാരാണ് കണ്ട് എന്ന് അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും നാട്ടുകാരുടെ ഈ ഒരു നിർണായകമായ വിവരം, ഓരോ ചെറിയ വിവരവും അത് വളരെ പ്രാധാന്യം തന്നെയാണ്. അങ്ങനെ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു സഞ്ചി, ഒരു തുണിസഞ്ചി പോലെ തോന്നിക്കുന്ന ഒരു സഞ്ചി അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ ഉപേക്ഷിച്ച സഞ്ചി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഗോവിന്ദച്ചാമിയാണോ അല്ലേ എന്നുള്ളത്. ഗോവിന്ദച്ചാമി ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അയാൾ ഈ ജില്ല വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷേ അത് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം പുലർച്ചെ 1:15 ചാടിയ ഗോവിന്ദച്ചാമി ഇവിടങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്ന് മാത്രമേ അയാൾ ചിന്തിക്കുകയുള്ളൂ. മാത്രമല്ല തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും ഒക്കെ തന്നെ പിടിപാടുള്ള ഗോവിന്ദച്ചാമി എങ്ങനെയെങ്കിലും കേരളം വിട്ടു പോവുക എന്ന് മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതിനുവേണ്ടി മാത്രമേ അയാൾ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടത് ഗോവിന്ദച്ചാമിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പോലീസ് സംഘം എന്തായാലും ഈ സ്ഥലം പരിശോധിച്ചു വരികയാണ്. കുറ്റിക്കാട്ടിലേക്ക് ഇറങ്ങി, അതായത് അവർ പറയുന്ന, നാട്ടുകാർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചാടി രക്ഷപ്പെട്ട അയാളെ പിന്നാലെ പോകുന്നത് പ്രയാസമായിരുന്നു. പക്ഷെ ഇയാൾ എങ്ങനെയാണ് ഈ മുള്ളുവേലിയും ഈ മതിലും ചാടിക്കടന്ന് ഒറ്റക്കൈനാണ് ഇയാൾ ചാടിപ്പോയതെന്ന് അറിയില്ല. ഞങ്ങൾ അടുത്തേക്ക് വന്നപ്പോഴേ ഇയാൾ ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. കുറ്റിക്കാട്ടിനകത്തേക്കാണ് പോയത് എന്നും പറയുന്നുണ്ട്. ഒരു സഞ്ചി ഉപേക്ഷിച്ചിട്ടുമുണ്ട്. സഞ്ചി പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇത് ഗോവിന്ദച്ചാമിയാണോ അല്ലേ എന്നുള്ള കാര്യം. എന്തായാലും ജനങ്ങൾ നൽകുന്ന ഓരോ അറിവും അല്ലെങ്കിൽ ഓരോ വിവരവും ചെറുതല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇത് ഗോവിന്ദച്ചാമി തന്നെ ആയിരിക്കാം, അല്ലാതെയുമാകാം. അത് ഡിവൈറ്റ് ചെയ്യാത്ത രീതിയിൽ, അതായത് ഇപ്പോൾ പോലീസ് സംഘം ഒന്നടങ്കം പരിശോധനയ്ക്കായി ഇറങ്ങിയിട്ടുണ്ട്. പല സംഘം പല രീതിയിലാണ് ഇപ്പോൾ പരിശോധിക്കാനായി ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. കാരണം മണിക്കൂറുകൾക്കകം ഗോവിന്ദച്ചാമിയെ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനി അയാളെ തിരികെ തന്നെ ലഭിക്കുക എന്ന കാര്യം വളരെ സംശയമാണ് എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും ഹോൾഡുള്ള, അത്രയ്ക്കും ഒറ്റക്കൈനാണെങ്കിൽ പോലും അത്രയ്ക്കും കരുത്തുള്ള, മനക്കട്ടിയുള്ള ഇയാളെ തിരിച്ചു ജയിലിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗോവിന്ദച്ചാമി കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഗോവിന്ദച്ചാമി തന്നെയാണോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് സംഘം ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവ പരിശോധന നടക്കുന്നുണ്ട്. ഇയാൾ ഇറങ്ങുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം കറുത്ത ഷർട്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ആളുകൾ കാണുമ്പോൾ കറുത്ത ഷർട്ട് അല്ലായിരുന്നു, വരയുള്ള മറ്റൊരു ഷർട്ടായിരുന്നു എന്ന് പറയുന്നു. കറുത്ത പാന്റ് ധരിച്ചിരുന്നു എന്ന് പറയുന്നു. ഇയാൾക്ക് പാന്റ് എങ്ങനെ കിട്ടി എന്ന അടക്കമുള്ള കാര്യവും സംശയത്തിലാണ്. ഇയാൾക്ക് പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇയാൾ അവിടെ ഈ ഒരു ജില്ലയിൽ മാത്രം കാണില്ല, ഇയാൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അല്ല, ഇയാൾ ഒറ്റയ്ക്കാണ്. നേരത്തെ തന്നെ അഷ്റഫ് മണലാടി എന്ന് പറയുന്ന മുൻ ഈ സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് മറ്റ് സഹായം ഒന്നും ഇല്ലെങ്കിൽ പോലും ഇയാൾ ജയിലിൽ ചാടാനുള്ള കരുത്തുള്ള ഒരു വ്യക്തിയാണ് എന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. എന്തായാലും ജനങ്ങൾ കണ്ടത് ഗോവിന്ദച്ചാമിയെ അല്ലയോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ പക്ഷേ ഗോവിന്ദച്ചാമിയെ പിടികൂടാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല.